ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആഗമനകാലം ഡിസംബർ 21 നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിലെ 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ കന്യകാമറിയം ഈശോയെ സന്ദർശിക്കുന്ന ഭാഗം. സന്തോഷകരമായ ദിവരഹസ്യത്തിൽ 2-ാമത്തെ രഹസ്യത്തിൽ നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്ന ഒരു കാര്യമാണ്. പരിശുദ്ധ കന്യകാമറിയം എലിശാമ ഗർഭിണിയായവരും കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്നതിന്മേൽ ധ്യാനിക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ടും ജപമാലയിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം. ഇന്നത്തെ സുവിശേഷത്തിൽ 2 കാര്യങ്ങളുണ്ട്. ഏറ്റവും ആദ്യത്തേത് മറിയത്തിൻ്റെ മനോഭാവമാണ്. മറിയം തനിക്ക് ലഭിച്ചിരിക്കുന്ന മംഗളവാർത്തയുടെ ആഴം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ തന്നോട് പറഞ്ഞ മംഗളവാർത്തയുടെ ഏറ്റവും അവസാനം ഇങ്ങനെ തൻ്റെ ഒപ്പമായിരുന്ന ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ ഇനി ഞാൻ എൻ്റെ കാര്യത്തെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, മറിച്ച് എൻ്റെ സഹായം ആവശ്യമുള്ള ഒരാൾ അവിടെയുണ്ട്, അയാൾക്ക് ഞാൻ ഒരു കൂട്ടായിട്ട് ഒരു തുണയായിട്ട് മാറണം എന്ന ബോധ്യത്തോടുകൂടെ കടന്നു വരുന്ന പരിശുദ്ധ കന്യകാമറിയം. ഞാൻ പറയും, ആ മറിയത്തിൻ്റെ മാധ്യസ്ഥമാണ് നമ്മൾ ഇന്നും ഓരോ ദിവസവും ജപമാലയിലൂടെ അന്വേഷിക്കുന്നത്. നമ്മൾ മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ തൻ്റെ നൊമ്പരങ്ങളെല്ലാം മറന്ന് നമ്മളുടെ നൊമ്പരങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് പ്രാർത്ഥനകളാക്കി മാറ്റി, അത് നിറവേറുന്ന അവസരങ്ങളാക്കി മാറ്റി അമ്മ നമ്മളെ സഹായിക്കുന്നുണ്ട് തൻ്റെ മാധ്യസ്ഥത്തിലൂടെ. ആദ്യത്തെ കാര്യം അതാണ്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥത്തെക്കുറിച്ച്. 2-ാമത്തെ കാര്യം, എലിസബത്ത് പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ടപ്പോൾ ആ നിമിഷം തന്നെ എലിസബത്തിന് മനസ്സിലായി ഇതെൻ്റെ കർത്താവിൻ്റെ അമ്മയാണെന്ന്. എലിസബത്തിന്റെ അകത്തുള്ള കുഞ്ഞ് കുതിച്ചു ചാടിയെന്നാണ് പറയുന്നത് മറിയത്തിന്റെ അഭിവാദനത്തിന്റെ സ്വരം കേട്ടപ്പോൾ. ഇതെങ്ങനെ സംഭവിച്ചു? എലിസബത്തിന് എങ്ങനെ തിരിച്ചറിയാൻ സാധിച്ചു? അല്ലെങ്കിൽ എലിസബത്തിന്റെ ഉള്ളിലെ കുഞ്ഞിന് എങ്ങനെ ഈ ഒരു ദൈവത്തെ തിരിച്ചറിയാൻ സാധിച്ചു? എനിക്ക് തോന്നുന്നത് അത് എലിസബത്തിന്റെ ജീവിതമാണ്. വിശുദ്ധിക്കും പുണ്യത്തിനും കൃപയ്ക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിച്ചത് കൊണ്ടാണ്, അങ്ങനെ ഒരു നല്ല ജീവിതം നയിച്ചത് കൊണ്ടാണ് എലിസബത്തിന് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വായിച്ച ലൂക്കായിലെ തന്നെ 1-ാം അധ്യായം 5 മുതലുള്ള ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച ഒരു വിശേഷണമുണ്ട് എലിസബത്തിനെയും സക്കറിയയെക്കുറിച്ച്. അവർ ദൈവത്തിന് മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ഇതാണ് അവരെക്കുറിച്ചുള്ള വിശേഷണം വചനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയും, അതുകൊണ്ട് തന്നെ ഈ കൃപയിൽ പുണ്യത്തിൽ വിശുദ്ധിയിൽ ജീവിച്ചതുകൊണ്ടാണ് ആ കർത്താവിൻ്റെ ഒരു സാന്നിധ്യത്തെ, കർത്താവിൻ്റെ അമ്മയെ തിരിച്ചറിയാൻ എലിസബത്തിനും എലിസബത്തിൻ്റെ ഉള്ളിലുള്ള ആ ശിശുവായിരിക്കുന്ന സ്നാപക യോഹന്നാനും സാധിക്കുന്നതിൻ്റെ കാരണം അവരുടെ ജീവിതമാണ്. ഇന്ന് ഈ വചനത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളും ചിന്തിക്കേണ്ടത് ഒന്നാണ്. ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ പൊതുവേ നമ്മൾ ആണ്ടുകുമ്പസാരം അല്ലെങ്കിൽ ഒരു കുമ്പസാരം വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഏറ്റവും ബേസിക്കാണ്. കുമ്പസാരത്തിലൂടെ കിട്ടുന്ന കൃപ, ആ ഒരു പുണ്യം, ആ ഒരു വിശുദ്ധി, ആ ഒരു കൃപയിലും വിശുദ്ധിയിലും ഉണ്ടായാൽ മാത്രമേ നമുക്ക് കർത്താവ് 25-ാം തീയതി ആ പുൽക്കൂട്ടിലേക്ക് വരുന്ന ആ ഒരു ഉണ്ണീശോയെ വെക്കുമ്പോൾ അതിലൊരു ദൈവിക സാന്നിധ്യത്തെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. വിശുദ്ധിയിലും പുണ്യത്തിലും നമ്മളായിരുന്നാൽ മാത്രമേ കുർബാനയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ അതിനകത്തൊരു ദൈവത്തെ ദർശിക്കാനും അത് അനുഭവിക്കാനും സാധിക്കും. വചനം വായിക്കുമ്പോൾ വിശുദ്ധിയോടുകൂടിയും പുണ്യം നിറഞ്ഞ മനസ്സോടുകൂടി കൃപയോടുകൂടിയൊക്കെ വചനം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ, ദൈവത്തിൻ്റെ ആ ഒരു കൃപയെ, അനുഗ്രഹത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, നല്ലൊരു കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങാം. നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. ഈ ദിവസങ്ങളിൽ നമുക്ക് എല്ലാ പള്ളികളിലും കുമ്പസാരം ഉണ്ടാവും. സാധിക്കുന്നത് പോലെ നന്നായിട്ട് ഒരുങ്ങി ഒരു നല്ല കുമ്പസാരം നടത്താൻ വേണ്ടി ശ്രമിക്കാം. ധൃതി പിടിച്ച് തിരക്ക് പിടിച്ച് കടത്ത് തീർക്കുന്ന ഒരു കുമ്പസാരം ആവരുത്. കാരണം ഞാൻ നല്ല വൃത്തിക്ക് കുമ്പസാരിച്ചാൽ എനിക്ക് വിശുദ്ധിയും പുണ്യവും കൃപയും ലഭിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടെ ഒരുങ്ങി സമയം കണ്ടെത്തി കുമ്പസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. അറ്റപ്പറ്റ നേരത്ത് അവസാന നിമിഷം ഓടിച്ചെന്ന് വെറുതെ ഒരു കുമ്പസാരം നടത്തുന്നവരല്ല, ആത്മാർത്ഥമായിട്ട് ഒരുങ്ങിയൊരു കുമ്പസാരം നടത്താൻ വേണ്ടി ശ്രമിക്കാം. അപ്പം ഇന്ന് എലിസബത്തിന്റെ ഉള്ളിലെ കുഞ്ഞ് കുതിച്ചു ചാടിയതിന്റെ കാരണം എന്താണ്? മറിയത്തിന് അഭിവാദന സ്വരം കേട്ടു എന്നാണ്. ഇതൊന്നും വചനം, മാതാവ് പറയുന്ന എന്തെങ്കിലും വചനത്തോട് ബന്ധമുള്ള ഒരു കാര്യമാവാനാ സാധ്യത. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പ്രാർത്ഥിക്കാം. നമ്മളുടെ ഒപ്പം നമുക്ക് ചുറ്റുമുള്ള കുറച്ചധികം പേര് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരുണ്ടാവും, ഗർഭിണികളായിട്ടുള്ളവർ. അവർ കർത്താവിൻ്റെ വചനം കൂടുതലായിട്ട് വായിക്കാനും കേൾക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കാം. കാരണം അവർ കൂടുതൽ വചനം കേൾക്കുമ്പോഴും വചനം വായിക്കുമ്പോഴും അവരുടെ ഉള്ളിലെ കുഞ്ഞിനാണ് അതിൻ്റെ ഒരു അനുഗ്രഹം കിട്ടുന്നത്. ആ ഒരു കൃപ നമ്മളുടെ ഈ ഒരു ഗർഭിണികളായിട്ട് അമ്മയാകാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.
ഈ എല്ലാ നിയോഗങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ടൊരു നല്ല ക്രിസ്മസ് മീൽ ഒരുങ്ങിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും കുമ്പസരിച്ച് വിശുദ്ധിയിലേക്കും കൃപയിലേക്കും പുണ്യത്തിലേക്കും പ്രവേശിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.